എന്റെ വീട്ടിന്റെ മണ്ടയിൽ കൂടെ മറിഞ്ഞു വീണത് ഞാൻ പിടിച്ചു. അതിന് വെട്ടി. നിനക്ക് എന്തിനു വേണം? നിന്റെ മാപ്പിളയല്ലേ ഈ റബ്ബർ വെട്ടിയിട്ട് 6 മാസം ആകുമ്പോ ഇത്ര രൂപ തരാന്ന് പറഞ്ഞില്ലേ? ഇതുവരെ നീ ഒരു പൈസ കൊണ്ട് തന്നില്ലല്ലോ. അയാൾ എവിടെയാവട്ടെ, നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ കിടന്നത് എന്തിന്? ഞാൻ വെട്ടിയത് സത്യം തന്നെയാണ്. മെമ്പർമാരും എല്ലാവരും പറഞ്ഞിട്ടാണ് വെട്ടുക. ഇത്രയും വർഷം നിങ്ങൾ റബ്ബർ ഇതെല്ലാം നിങ്ങൾ വെട്ടിയതല്ലേ? തന്നെ കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ മെമ്പറിൻ്റെ അടുത്ത് എന്ന് പറയണം കേട്ടോ. മെമ്പർമാര് പറഞ്ഞാൽ അതെവിടൊക്കെ അറിയാം. ഞാൻ അത് എൻ്റെ വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ റബ്ബർ തോട്ടമല്ല, റബ്ബർ തോട്ടം ഇയാള് വെട്ടിടേം പേര് ഞാൻ കേസ് കൊടുക്കാം. എന്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ. എനിക്ക് ഭർത്താവ് ഇല്ലല്ലോ. ഞാൻ എന്റെ 2 മക്കളായിട്ട് ജീവിക്കല്ലേ. നിങ്ങൾ മുറിച്ച് തരണമായിരുന്നു. നാട്ടുകാര് ജോലി പൈസ മെമ്പറുടെ അടുത്ത് നിങ്ങളെന്ന് പറയും. മെമ്പറാണ് അത് ചെയ്തത്, ഞാനൊന്നും അല്ല. അത് പാവപ്പെട്ട ഞാൻ ഇത്തിരി ജീവിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര വിഷമം തരും? നാട്ടുകാരെ റബ്ബറെല്ലാം വെട്ടി മുറിച്ചിട്ടാണ് നീ ജീവിക്കാനുള്ളത്. എനിക്ക് മെമ്പർ പറഞ്ഞ നിന്റെ ഭർത്താവ് ഞാൻ കേസ് കൊടുക്കും. മെമ്പറിനെയൊക്കെ എന്റെ ഭർത്താവാക്കാം. പിന്നെ എങ്ങനെയാണ് വൃത്തിയോട് പറയണ? മുറിച്ചേന്റെ ഈ റബ്ബർ വിറ്റ് നീ എടുത്തല്ല ഒരു പൈസ അവിടെ കൊണ്ട് തന്നെ. നീ 6 മാസത്തേക്ക് ഇത്ര രൂപ കൊണ്ട് തരാന്ന് പറഞ്ഞ് നീ ഉണക്കായപ്പോഴും മഴയായിട്ട് ഒരു പൈസ മെമ്പർ പറഞ്ഞ് നിങ്ങൾ മുറിച്ചോ, നിങ്ങൾ ആളിനെ വീഴ്ത്തി മുറിക്കാം. എനിക്ക് 2000 രൂപ ആയി. ഞാൻ വിറവെല്ലാം ഞാൻ എടുത്ത്. അതിന് നിങ്ങൾക്കെന്ത്? അത് എന്തൊരു വേലയാണ് നമ്മളെ ഇതില് കട. നിനക്ക് ഒരു ശല്യം ഇല്ലായിരുന്നല്ലേ ഈ റബ്ബർ? എന്റെ വീട്ടിന്റെ മോളിൽ തന്നെ കിടന്നത്. എന്റെ വീട്ടിന്റെ മോളിൽ തന്നെ. എനിക്കറിയാം, മനസ്സിലെ പറയാം. മെമ്പറുടെ അടുത്ത് എന്ന് പറയാം. മനസ്സിലായി? ആരെങ്കിലും വസ്തുവാണോ ഇത്? എനിക്കത് അറിഞ്ഞൂടാ. എൻ്റെ വീട്ടിന്റെ മണ്ടയിൽ കൂടെ കിടന്നത് ഞാൻ വെട്ടി. അതിന് നിങ്ങൾക്കെന്ത്? നിങ്ങൾക്ക് എന്ത് കുഴപ്പം? അത് മെമ്പറിന്റെ പറയാനുള്ളത് പഞ്ചായത്തിൽ പറയണം. ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞ് എന്നോട് പറഞ്ഞു ഞാൻ വെട്ടിയില്ലെങ്കിലാണ് നിങ്ങൾ പഞ്ചായത്ത് പറയുന്നത് മെമ്പർ വന്ന് വെട്ടുന്നത്. മെമ്പറിന് അങ്ങനെ വെട്ടാനും ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ മെമ്പറാണ് പറഞ്ഞത് നിങ്ങൾ ആളിനെ വിളിച്ച് വെട്ടി ഇട്ടോളാം. മൊത്തത്തിൽ ഞാൻ അങ്ങ് വെട്ടി. നീ ഇപ്പൊ സ്റ്റേഷനിൽ ഞാൻ ഇപ്പൊ കേസ് നമുക്ക് ജീവിക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാം പേപ്പറും ഉണ്ട്, വരടും ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എല്ലാ വീട്ടുകളിലും പോയി എൻ്റെ മോനെയും 2 മക്കളെയും കൊണ്ട് ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ കൂടെ വീണ് എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തരുമോ? അത് എന്നോട് പറയണ്ടേ? അത് എനിക്ക് എനിക്ക് മെമ്പറുടെ അടുത്ത് പറയാനേ നിങ്ങൾ പറയും. മാപ്പിള മരിച്ചോടെ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം പോയി. അതെൻ്റെ വീട്ടിൻ്റെ മോൻ അജയ് കൊല്ലം കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ മെമ്പറെ